അപ്പോൾ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ പാർട്ടിയുടെ പോക്ക് ശരിയായ ദിശയിലല്ല എന്നൊരു തോന്നൽ പാർട്ടി മെമ്പർമാരുടെ ഇടയിലുണ്ട്, അനുഭാവികളുടെ ഇടയിലുണ്ട്, സഹയാത്രികരുടെ ഇടയിലുണ്ട്, പാർട്ടിക്ക് വേണ്ടി കൂലിത്തല്ലിന് പോകുന്ന സാംസ്കാരിക നായകന്മാരുടെ ഇടയിൽ വരെയുണ്ട്. ഇവരൊക്കെ ഇത് ഒളിഞ്ഞ് തെളിഞ്ഞ് ഭംഗ്യന്തരയുടെ പറഞ്ഞു കഴിഞ്ഞു. വ്യാപകമായ അതൃപ്തിയും അസംതൃപ്തിയും പാർട്ടി കേഡർമാരുടെ ഇടയിലുണ്ട്. ഈ തുടർ ഭരണം എന്ന് പറഞ്ഞത് ഒരു അവസരം മാത്രമല്ല, ഒരു ബാധ്യതയും കൂടിയാണ് ഒരു സ്റ്റേജിൽ. അവസരം എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം, അതുവഴി പാർട്ടിയുടെ ബഹുജന അടിത്തറ, മുന്നണിയുടെ ബഹുജന അടിത്തറ, മുന്നണിക്കും പാർട്ടിക്കും ജനങ്ങളുടെ ഇടയിലുള്ള വിശ്വാസ്യത, ഇതൊക്കെ വീണ്ടെടുക്കാനുള്ളൊരു അവസരമാണ്. അതിലെ ബാധ്യത, അതിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടം എന്ന് പറയുന്നത് ഈ പവർ കറപ്റ്റ്സ്, ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി എന്ന് പറഞ്ഞ സംഭവമാണ്. 5 കൊല്ലത്തേക്ക് ജനങ്ങളെ ഏൽപ്പിച്ച അധികാരം നമുക്കറിയാം, 5 കൊല്ലം കഴിയുമ്പോൾ അത് വിചാരണ ചെയ്യപ്പെടും, എതിർ പാർട്ടി അധികാരത്തിൽ വരും. അപ്പോൾ നമ്മൾ ചെയ്ത ചെയ്തികൾ നിയമപരമായ തലത്തിലും രാഷ്ട്രീയ തലത്തിലും ഒക്കെ ചോദ്യം ചെയ്യപ്പെടും എന്ന് തോന്നലുണ്ടാവും. നേരെ പറഞ്ഞ് 10 കൊല്ലമാകുമ്പോഴത്തേക്കും ഈ ആത്മവിശ്വാസം ഏതാണ്ട് അഹങ്കാരത്തിൻ്റെ ഒരു തലത്തിലെത്തുകയും നമ്മൾ എന്ത് ചെയ്താലും ആളുകൾ സഹിക്കും, നമുക്ക് എന്ത് ചെയ്യാം എന്ന ഒരു ധിക്കാരമായിട്ട് മാറും. അപ്പോൾ അതാണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം.